ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ കേസെടുത്തേക്കും. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കൂടുതൽ കേസുകളിലേക്ക് പോലീസ് കടക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലാണ് SITയുടെ നീക്കം. അതേസമയം കട്ടിളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായിട്ട് ഫെബ്രുവരി 2-ന് 90 ദിവസം കഴിയും. കേസിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു. കുറ്റപത്രം നൽകുന്നത് വൈകുന്നതാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണം. പ്രതികൾ പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കും. ജീവനക്കാർക്കെതിരെ കുറ്റപത്രം നൽകാൻ പ്രോസിക്യൂഷൻ അനുമതി വേണം. അനുമതി നൽകേണ്ടത് സർക്കാരും ബോർഡുമാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അനുമതി തേടാൻ കഴിയൂ. FSL റിപ്പോർട്ട് കിട്ടാനും പ്രോസിക്യൂഷൻ അനുമതി കിട്ടാനും ദിവസങ്ങൾ വേണ്ടിവരും. പോറ്റിക്കെതിരെ കൂടുതൽ കേസുകൾ ചുമത്തി ജാമ്യം തടയാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതേസമയം പോറ്റിയിൽ മാത്രം അന്വേഷണം കേന്ദ്രീകരിച്ച് മറ്റു പ്രതികളെയും ആരോപണ വിധേയരെയും സംരക്ഷിക്കാനുള്ള നീക്കവും ഇതിനു പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.